Guess in what we are traveling in. പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇപ്പോഴത്തെ വൺ ഓഫ് ദ ഹോട്ട് സെല്ലിംഗ് അല്ലെങ്കിൽ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് കാണുന്നത്. ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു ട്രാവൽ ടൈപ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ലക്നൗ. അതെ, നമ്മൾ ഇന്നലെ രാത്രി ലക്നൗവിൽ വന്നു, ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ സമയം 9:30 നമ്മളിനി നേരെ വാരണാസി പോവാണ്. ഇവിടെ ഏകദേശം 300 kilometers ഉണ്ട്, 5.5 hours drive. യെസ്, സോ എക്സ്പ്ലോർ ഇന്ത്യ 2024ന്റെ മറ്റൊരു പുതുതൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ സമയം ഏകദേശം 7 മണി. നമ്മള് ഋഷികേശിനോട് ബൈ ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രാംചുല. ഇന്നലെ നമ്മളൊക്കെ വന്ന് ഗംഗാർത്തി കണ്ട് റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത സ്ഥലം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് വാരണാസി പോകണം. വാരണാസി പക്ഷെ ഒരു 880 kilometers അവയാണ് ഇവിടുന്ന്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല, കാരണം നമ്മൾ ഡേ ഡ്രൈവിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ഇന്ന് നമ്മൾ ലക്നൗ പോവും. ലക്നൌവിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം വാരണാസി. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. पानीफल सिंगाड़ा पानीफल सिंगाड़ा है, बढ़िया है। പാനിഫൽ बहुत बढ़िया, खा के रखो, आपको अच्छा लग रहा है नहीं? നല്ല ജ്യൂസി ആയിരുന്നു. देना कितना है इसका? कितना है? देना ये कितना देना? So നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പക്കോട ആൻഡ് ചായ. ഹൗ ഈസ് ഇറ്റ്? Average. And ആലു പൊറോട്ട. ആലു പൊറോട്ട എന്തോ ചമ്മന്തി അല്ലേ? മുളകാണ് ഫുള്ള്. ഇവിടെ എല്ലാവരും മുളകിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. മുളകിൻ്റെ പൊക്കോട, മുളകിൻ്റെ ചമ്മന്തി, ആലു പൊറോട്ട, ചായ. നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കഴിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ആന്ധ്രയിൽ നിന്ന് ഈ എന്താ അതിൻ്റെ പേര്? ആന്ധ്ര നമ്മൾ ഫസ്റ്റ് കണ്ട കായയുടെ പേരെന്തായിരുന്നു? സീതാമണിക്കായ. സീതാപ്പഴം കണ്ടു. പിന്നെ അതിനുശേഷം പല പല സ്ഥലങ്ങളിൽ പല പല സാധനങ്ങൾ കണ്ടു. കാശ്മീരിന്ന് ആപ്പിൾ കണ്ടു, മണാലിയിൽ നിന്ന് ആപ്പിൾ കണ്ടു. ഇതിപ്പോൾ UP-യിൽ ഫുള്ള് ഗുവാവ. ഇതിൻ്റെ നേരെ ബാക്കിൽ ഇതിൻ്റെ പ്ലാന്റേഷൻ ആണ് കേട്ടോ, കാണിക്കാം. പുറകിൽ വലിയ തോട്ടം. ഇവിടെ നിറയെ ഗുവാവയാണ്, ഫുള്ള് തോട്ടം ഗുവാവിടെ. വീടൊക്കെ പോത്തുണ്ട്, കുറേ എരുമയുടെ കുട്ടിയുണ്ട്. തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ചേച്ചി നിൽക്കുന്നുണ്ട്. अच्छा है നമ്മളീ മൊത്തം ഷെയർന്ന് 1 കിലോ വാങ്ങി. 1 കിലോ 80 രൂപ. നല്ലതാണ് കേട്ടോ, നല്ല സാധനമാണ്. കാരണം വേക്കലിലെ തോട്ടമുണ്ട്, അവിടെ നിന്ന് ഫ്രഷ് പറിച്ചുകൊണ്ട് വരുന്നതാണ്. ഇല നോക്കി, ഇല പോലും വാടിയിട്ടില്ല. പോവാം. ഇന്ന് ഞങ്ങളുടെ ലോങ് റൈഡ് ഡേ ആണ്. ഇന്ന് കുറെ ഡിസ്റ്റൻസ് പോകാനുണ്ട്. അതാണെങ്കിൽ ഇടയിലൊന്നും കാണാനൊന്നുമില്ല, നല്ല ചൂടും. സോ കൈൻഡ് ഓഫ് എ ബോറിംഗ് റൈഡ് ഡേ ആണ് അല്ലേ? നമ്മള് നൈനിറ്റോള് ബൈറേലിന്ന് നമ്മള് ഏതാണ് 5:30 NH530 കയറി. ഇവിടുന്ന് നേരെ 87 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നേരത്തെ
റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ തൊട്ട് റോഡ് വലിയ സീനില്ലല്ലോ. നമ്മളിന്ന് ലക്നൗ പിടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ലക്നൗ കിട്ടിയില്ലെങ്കിൽ ലക്നൗ അല്ലെങ്കിൽ വാരണാസി പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നോക്കാം. വാരണാസി എന്തായാലും പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇനി 586 കിലോമീറ്റർ ആണ് വാരണാസി കാണിക്കുന്നത്. അതായത് 11 മണിയാകുമ്പോ എസ്റ്റിമേറ്റ് അവിടെ എത്തുന്നതാണ് ഗൂഗിള് പറയുന്നത്. നമ്മള് ഭക്ഷണം കഴിക്കാനും പിന്നെ ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് നിർത്തും. അപ്പോ എത്ര സമയമാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. പിന്നെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് റൂം അറിയാലോ, നമ്മള് റൂം അങ്ങനെ പ്രീ ബുക്ക് ചെയ്തിട്ടല്ല പോകുന്നത്. ഇപ്പോ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട റൂമുകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പൊ അതിന് എന്തായാലും 1 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തണമെങ്കിൽ പിന്നെ റൂം അന്വേഷിച്ച് നിൽക്കലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. പിന്നെ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ഒരു 7 മണി 8 മണിക്ക് അപ്പുറത്തൊന്നും ഡ്രൈവും ചെയ്യാറില്ല. സോ മാക്സിമം നോക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുകയാണെങ്കിൽ എത്തും. അല്ലെങ്കിൽ മിക്കവാറും നമ്മളൊന്ന് ലക്നൗവിലായിരിക്കില്ല സ്റ്റേ ചെയ്യുന്നത്. ലക്നൗവിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ പിന്നെ ഒരു 3-4 മണിക്കൂർ 5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നാളെ വീണ്ടും വാരാണസി എത്താൻ പെടാൻ പറ്റുവാണെങ്കിൽ അല്ല പിന്നെ എത്താൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ് അല്ലേ. അതാകുമ്പോ സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. സമയം ഇപ്പൊ എന്തായാലും 1:30 നോക്കാം. വെച്ച് ഫുഡും കഴിക്കണം അല്ലേ. എനിക്ക് ലൈറ്റ് ആയിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ റെസ്റ്റ് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം. കാരണം നേരത്തെ ഇറങ്ങിയതല്ലേ 6:30. ഫുള്ള് നെല്ല് കൃഷിയാടാ. ഇപ്പൊ ഗോതമ്പ് കൃഷി കണ്ടില്ലല്ലോ. നമുക്ക് അറിയാണ്ടായിരിക്കും ഏതാ. സീസൺ ആയിരിക്കില്ല. ലക്നൗ 180 കിലോമീറ്റേഴ്സ്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞൊന്നും പറയണ്ട. ഞങ്ങൾ കിലോമീറ്റേഴ്സ് റെസ്റ്റോറൻറ്റ്സ് ചൂസ് ചെയ്ത് വന്ന് ലാസ്റ്റ് വന്ന് പെട്ടെന്ന് ഒരു മണ്ട താപയിൽ അത് പുറത്തുനിന്ന് ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി താപയാണെന്നൊക്കെ വിചാരിക്കും. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു തേങ്ങയില്ല. ആകെ ചപ്പാത്തി ഉണ്ട്, ഒരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവിയില് കടലക്കറി ആണെങ്കിൽ കടല ഇട്ടരും, മഷ്റൂം ആണെങ്കിൽ മഷ്റൂം ഇട്ടരും, പനീർ ആണെങ്കിൽ പനീർ ഇട്ടരും. ചപ്പാത്തിയോ? ചപ്പാത്തി ചെറിയ ചപ്പാത്തി, കരിഞ്ഞ ചപ്പാത്തി. ഞങ്ങൾ തൽക്കാലം എന്തായാലും കേറിയല്ലോ പറഞ്ഞിട്ട് ചപ്പാത്തിയും പീസ് കറിയും കഴിച്ചു. ഗ്രീൻ പീസ് കഴിച്ചിറങ്ങി. റേറ്റ് ഒന്നുമില്ല, ഇവിടത്തെ ലോക്കൽ ആണ്. 7 രൂപ ചപ്പാത്തിക്ക്, 100 രൂപ കറിക്ക്, 150 രൂപയില്ലേ. അങ്ങനെ ആയപ്പോ 150 രൂപ എങ്ങനെ 7 രൂപയല്ലേ ചപ്പാത്തിക്ക്? 28 രൂപയല്ലേ ഉള്ളൂ. ഞാൻ അതിനോട് ചോദിച്ചാ പോലെ കറിയുടെ 120 അങ്ങനെ എന്താ പറഞ്ഞു. എന്തായാലും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചപ്പോ ഉറക്കം പോയി. അവിടെ കുറച്ച് നേരം കൂടി മുന്നേ പോവാം. വേണമെങ്കിൽ റെസ്റ്റ് എടുക്കണമെങ്കിൽ കുറച്ച് നേരം വണ്ടിയിട്ട് ഉറങ്ങാം അല്ലേ. ഓക്കെ. അപ്പൊ ഇനി വാരണാസി കാണിക്കുന്നത് 8 മണിക്കൂറാണ്, 500 കിലോമീറ്റേഴ്സ്. ലക്നൗ ആണെങ്കിൽ ഏകദേശം ഒരു 3.5 മണിക്കൂർ, ഒരു 185 കിലോമീറ്റർ. ഓക്കെ, ലെറ്റ്സ് സീ. ഈ പറയുന്ന അത്ര ഗ്രോണൊന്നും അല്ല അല്ലേ UP? ആര് പറഞ്ഞു? അല്ല, ഞാൻ പൊളിറ്റിക്സ് അറിയല്ല. യോഗി ആദിത്യനാഥ് പറയുന്നുണ്ടായിരുന്നല്ലോ കേരളം UP പോലെ ആക്കണമെന്നുള്ളത്. കേരളം I still think that Kerala is far better than വേറെല്ല. നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ആളുകളുടെ വീട്, അവരുടെ ലൈഫ് സ്റ്റൈല്, അപ്പൊ പിന്നെ അവരുടെ പെരുമാറ്റ സംഭവങ്ങളെല്ലാം കാണല്ലോ. ഇവിടെ ഇപ്പോൾ ആളുകളൊരു, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 കൊല്ലം ബാക്കിലാണ് ലൈഫ് സ്റ്റൈൽ വൈസ്.
കേരളത്തിലൊക്കെ എന്തായാലും ഡാൻസറാണ്, ഫാറ ഡാൻസറാണ്. എന്നുവെച്ചാൽ ഇവരങ്ങനെ മോശം എന്നല്ല പറയുന്നത്, ലൈഫ് സ്റ്റൈലും കൾച്ചറും കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആണ് കേരളത്തിൽ. ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. വേറെ ഒന്നല്ല, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, റോഡില് ഇപ്പോഴും കാണുന്നത് സ്പ്ലെൻഡറും സൈക്കിളോട്ട് കിടക്കുന്ന ആളുകളും പിന്നെ ഇതുപോലുള്ള ടുക്ടുക്കുകളാണ്. നമ്മുടെ നാട്ടില് ഓട്ടോറിക്ഷകൾ പൊതുവെ കുറവാണ്. പിന്നെ യൂത്ത് യങ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ജോലിക്കൊക്കെ പോയെന്ന് പഠിക്കുന്ന, അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ട്, എല്ലാരും നല്ല ബൈക്കുകളൊക്കെ വാങ്ങുന്നത്. എല്ലാവരും സൈക്കിളും സ്പ്ലെൻഡറും അല്ലേ? ഇവിടെ എല്ലാവരും സൈക്കിളും സ്പ്ലെൻഡറാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇല്ല, ഒട്ടും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ കണ്ടെടുത്തോളം ഏറ്റവും കൂടുതലുള്ളത് സ്പ്ലെൻഡർ, ഹീറോ, ഹോണ്ട, പഴയ CDLX അങ്ങനത്തെ വണ്ടികളും സൈക്കിളൊക്കെ. നല്ല സ്കൂട്ടി കാറുകളൊന്നും കാര്യമായിട്ടൊന്നും കണ്ടില്ല ഈ ഹൈവേ കയറിന് ശേഷം. ഉണ്ട് കുറച്ച് ടാറ്റയുടെ വെച്ച ചെറിയ വണ്ടികള്, കുറച്ച് ബലേറോ, കുറച്ച് ഇന്നോവ, കുറച്ച് സ്വിഫ്റ്റ്. പറയാൻ പറ്റില്ല, നമുക്ക് ലക്നൗ കയറല്ലോ. ലക്നൗ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് UP. അല്ല, അത് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ UP കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോയാലും നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ നിന്ന് ഇപ്പൊ കണ്ണൂര് മുതൽ കാസർഗോഡ് വരെ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഇതേപോലത്തെ ഒരു ഹൈവേയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ടൗണും ടച്ച് ചെയ്യും. എല്ലാ ടൗണും അത്യാവശ്യം എല്ലാ ഗ്രാമം വെൽ ഡെവലപ്ഡ് ആണ്. ആളുകളുടെ ലൈഫ് സ്റ്റൈലും അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. BMW മനസ്സൊക്കെ എന്തായാലും ഒന്നെങ്കിൽ കാണാൻ പറ്റും. ഭയങ്കര ബോറിംഗ് റൈഡ് അല്ലേ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് 1 മണിക്കൂർ പവർ നാപ്പ് എടുത്തു, ഒരു പമ്പിൽ വേണ്ടിയിട്ടുണ്ട്, കുറച്ച് നേരം കിടന്നുറങ്ങി. എന്തായാലും ഇന്ന് വാരണാസി പിടിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ഒന്നാമത് UP കൂടിയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സേഫ്. റോങ് സൈഡിൽ കാളവണ്ടിയൊക്കെ വന്നോണ്ടിരിക്കുന്നത്. രാത്രി ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഒന്നാമത് ഇതേപോലെ ഓരോന്ന് വരും. പിന്നെ UP എത്രത്തോളം സേഫ് ആണെന്നൊന്നും എവിടെയും ഞാൻ കേട്ടിട്ടില്ല. അത് ഒന്നാമത് ഈ പ്രാകൃതരായിട്ടുള്ള അങ്ങനത്തെ മനുഷ്യരായതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ മോശക്കാരൊന്നുമില്ല. സോ we will most probably stay in Lucknow. ലക്നൗ ഇവിടുന്ന് ഇനി ഒരു 2.5 മണിക്കൂറുണ്ട്. ഇപ്പൊ സമയം 5:30 ആവും. ലക്നൗ പഠിക്കും. ലക്നൗ എത്തി. സമയം ഏകദേശം 7:30. ഞങ്ങൾ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഔട്ടർ റിംഗ് റോഡ് സ്ഥലത്ത് ഹോട്ടൽസ് കിട്ടുന്നതാണ് വിചാരിച്ചത്. കാരണം നമ്മൾ ഔട്ടർ റിംഗ് റോഡ് അങ്ങനെ വിട്ടു പോവാണ് വേണ്ടത് വാരണാസിക്ക്. പക്ഷെ ഔട്ടർ റിംഗ് റോഡിൽ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഔട്ടർ റിംഗ് റോഡിന് കുറച്ചൊരു അണ്ടർ 10 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് റൂം ഹണ്ട് തുടങ്ങാൻ പോവാണ്. 1-2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഏരിയയിൽ പോയി നോക്കാന്ന് വിചാരിക്കുന്നു. ലക്നൗ സിറ്റിയുടെ രാത്രി കാഴ്ചകൾ. ഇവിടെ ഇപ്പൊ കാര്യമായിട്ട് സിറ്റി പോയില്ല. നമ്മൾ എൻട്രി ചെയ്തപ്പോ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ ഇന്ന് നമ്മള് നേരെ സിറ്റിക്കല്ലേ ജോയിൻ ആവുന്നത്. സോ നമ്മളങ്ങനെ ലക്നൗ എത്തി. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം. ലക്നൗ സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ടാണ്, ഔട്ടർ റിംഗ് റോഡിൻ്റെ ഒക്കെ അടുത്ത്. ഹോട്ടൽ ആരാധന ഇൻ. പുറമേ നിന്ന് കാണാൻ നല്ല അടിപൊളി ഹോട്ടലാണ്. പക്ഷെ അത്ര റൂംസൊക്കെ അത്ര അടിപൊളി എന്നൊന്നും പറയാനില്ല. ബട്ട് ഗുഡ് ഓൺലി. സോ ഇതാണ് നമ്മുടെ ഹോട്ടലിൽ വന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള
ലക്നൗവി താലി. കുറേ ഉണ്ടല്ലേ, ഒരെണ്ണം തന്നെ രണ്ടുപേർക്ക് കഴിച്ച് തീരുമെന്ന് അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു ജസ്റ്റ്. അടിപൊളിയാണ്. എവിടെയായിരുന്നു രാത്രി ആയതുകൊണ്ട് നോൺ വെജ് ഒന്നുമില്ല. സോ വെജാണ് കഴിക്കല്ലേ. സോ ഗുഡ് മോർണിംഗ് ഫ്രം ലക്നൗ. സോ നമ്മുടെ ഹോട്ടലിലാണല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി ആൻഡ് ബാജി ആൻഡ് ബ്രെഡ് ടോസ്റ്റ്. ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. ചായ അടിപൊളി ചായയാണ്. ആൻഡ് 1 ബ്ലാക്ക് ടീ. ആക്ച്വലി ഇന്നലെ നമ്മളിവിടെ കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചു. എന്താ കഴിച്ചത്? ലക്നൗവി താലി. ദാറ്റ് വാസ് നൈസ്. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും സ്ട്രൈറ്റ് ടു വാരണാസി. 5.5 hours, like 200 to something kilometers. ഓക്കെ, ഹോട്ടലിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. भाई आपका नाम क्या है? शिवम सिंह. यस, ही इज इन चार्ज ऑफ द रेस्टोरेंट. जी हाँ. खाना अच्छा था. कल रात हम थाली, लखनऊ थाली, जी वो भी अच्छा था. बहुत अच्छा. थैंक यू सो मच. अभी और भी लोगों को प्रेफर करिएगा आने के लिए. डेफिनेटली. Thank you so थैंक much. यू. बाय. ओके. സോ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ ആരാധന ഇൻ. അടിപൊളി ഹോട്ടലാട്ടോ. ആക്ച്വലി സജസ്റ്റബിൾ ആണ്. നമുക്ക് ഗോവ പോലെ കാണിച്ചതിനെക്കാട്ടിയും കുറവ് റേറ്റിലാണ് നമുക്ക് കിട്ടിയത്. ഇത് ആക്ച്വലി ഉള്ളത് ലക്നൗ ബൈപ്പാസിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അടുത്ത ദൂരെയാണ്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലക്നൗ സിറ്റിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ബൈപ്പാസാണ്. അപ്പോൾ ആക്ച്വലി വരുന്നവർക്ക് ഞങ്ങൾ ഒരുപാട് ഹോട്ടൽസ് നോക്കി. നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല ഇവിടെ. കുറച്ച് മോശമാണ് പരിപാടികളൊക്കെ. സോ വരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണിത്. റീസണബിൾ റേറ്റേ ഉള്ളൂ. So how was the hotel? It was nice. I slept so well. അതെ. അതുപോലെ തന്നെ റൂമൊക്കെ നൈസായിരുന്നു. ഫുഡ് നൈസ് ആയിരുന്നു. ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ താലി സൂപ്പർ ആയിരുന്നു. ലക്നൗവി താലി അത് നല്ലായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടു വാരണാസി. അപ്പൊ നമ്മൾ ഓൺ ദ വേ ടു വാരണാസി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വാരണാസി 37 കിലോമീറ്റർ. എത്ര കാണിക്കുന്നത്? 5 മണിക്കൂർ ഓൾമോസ്റ്റ്. പിന്നെ കാര്യം കേട്ടോ, UP-ല് നമ്മൾ ഔട്ടർ റിംഗ് റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല റോഡൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, നല്ല റോഡ് ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. എല്ലാവരും എന്തൊക്കെ റോങ് സൈഡൊക്കെ കയറി വരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഒരു 6 വരി റോഡുണ്ട്. ഇത് വൺ വേ ആണ്. പക്ഷെ ലോറി, കാറ്, ബൈക്സ് എല്ലാവരും അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫാസ്റ്റ് പോകാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് പെട്ടെന്ന് വണ്ടി വരുന്നുണ്ട്. എപ്പോഴാ വണ്ടി വരുന്നത്? ടേണിങ്ങിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ ചില വീഡിയോസിലൊക്കെ അത് ആ റൈറ്റ് സൈഡ് കാണുന്നതാണ് ആക്ച്വലി ഓപ്പോസിറ്റ് പോകാനുള്ള വഴി. പക്ഷെ എല്ലാരും വരുന്നത് ഇതിൽ കൂടെയാണ്. എത്ര നല്ല റോഡ് ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ആളുകൾക്ക് അതിനെ ഉപയോഗിക്കാൻ അറിയില്ല. അത് മാത്രല്ല കേട്ടോ, ഞാൻ പറയില്ല. നമ്മുടെ വീഡിയോയിലൊന്നും അങ്ങനെ അത് കാർ വരുന്നൊക്കെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും അതാണ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പറയാൻ വന്നെന്താ വെച്ചാല്, ഇന്നലെ ഒരു പമ്പില് വാഷ്റൂം കയറി. അയ്യോ, ആ വാഷ്റൂമിന്റെ അവസ്ഥ എന്റെ പോലെ. ഞാൻ ഇതേവരെ അങ്ങനത്തെ ഒരു വാഷ്റൂം ഇല്ല. വാഷ്റൂം ഉണ്ടായിട്ടും കാര്യമില്ല. അത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണ്. പിന്നെ എന്താ നമ്മള് പറയുന്നത്? ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാര് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത്രയും വന്നാലല്ലേ, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ മനസ്സിലായാലല്ലേ അത് കാര്യമുള്ളൂ. നമ്മള് ഉത്തർപ്രദേശ് ഇതിന്ന് ഇറങ്ങി, ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേക്ക് കയറാണ്. 2 റോഡ് കാണിക്കുന്നുണ്ട്. ഒരെണ്ണം വിത്തൗട്ട് ടോൾ, ഒരെണ്ണം വിത്ത് ടോൾ. ഓൾവേസ് ഗോ വിത്ത് ടോൾ. അതർവൈസ് 42 മിനിറ്റ്സ് ലോവർ ആണ് വിത്തൗട്ട് ടോൾ കാണിക്കുന്നത്.
ടോൾ വഴി തന്നെ പോലെ നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ആണല്ലോ എത്തണ്ടേ. റോഡൊക്കെ അടിപൊളിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിലാണ്. ഇത് യുപിനെ ടച്ച് ചെയ്യുന്ന 340 കിലോമീറ്റർ നീളമുള്ള എക്സ്പ്രസ് വേ ആണ്. രണ്ട് സൈഡ് ഫുള്ള് കൃഷിയല്ലേ, നെൽകൃഷിയാണ് ഫുള്ള്. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഹൈവേ കണ്ടത് ബാംഗ്ലൂർ ടു ഹൈദരാബാദ് അല്ല, ഹൈദരാബാദ് ടു ഇൻഡോർ ഇല്ല, അല്ല ഹൈദരാബാദ് ടു ഔറംഗാബാദ്. നമ്മള് നീ വണ്ടി ഓടിച്ച ഓർമ്മല്ലേ? കുറച്ച്, വളരെ കുറച്ച് മാത്രം. അപ്പൊ നമുക്ക് എക്സിറ്റ് വരുന്നത് 120 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതില് അങ്ങനെ ഓപ്പോസിറ്റ് ആളുകളൊന്നും വരുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ടോട്ടൽ 340 കിലോമീറ്റർ ആണ് ഈ എക്സ്പ്രസ്വേയുടെ നീളം എന്ന് പറയുന്നത്. ടോൾ എത്രയാണ്, ടോൾ ബൂത്ത് വന്നിട്ട് നമുക്ക് പറയാം. ഫുൾ കൃഷിയാണ്. നമ്മളത് എക്സ്പ്രസ് ഹൈവേയുടെ ടോൾ എത്തി. എത്ര രൂപയാണ് ടോള് നോക്കണം അല്ലേ? 120 കിലോമീറ്റർ പോലെ എത്ര വലിയ തിരക്കൊന്നുമില്ല അല്ലേ? എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഡു നോട്ട് സ്പിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ സ്പിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആൾക്കാരുടെ കൾച്ചർ. അതങ്ങനെയാണ്. ഡു നോട്ട് സ്പിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളില് റെഡ് കളറിൽ ചവച്ചിരിക്കാൻ. ഇൻക്രെഡിബിൾ പീപ്പിൾ ഓഫ് ഇൻക്രെഡിബിൾ ഇന്ത്യ. ഇവിടെ നമുക്ക് കാണാം നെക്സ്റ്റ് എക്സിറ്റ് 102 കിലോമീറ്റർ ഉള്ളൂ. അടുത്തത് അയോധ്യ സുൽത്താൻപൂർ. ആക്ച്വലി നമ്മുടെ പ്ലാനിൽ അയോധ്യ ഉണ്ടായിരുന്നു മുന്നേ. പിന്നെ നമ്മൾ വിചാരിച്ചു അയോധ്യ കുറച്ചൊരു 200 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇല്ല, ആക്ച്വലി അയോധ്യ പോയാലും നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ഉള്ളത്. ഇന്ന് വേണമെങ്കിൽ അയോധ്യ പോയിട്ട് വരാം. നമുക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ടായിരുന്നു. അയോധ്യ നമുക്ക് ഒന്നാമത് ഭയങ്കര ലോങ് ട്രാവൽ ആയതുകൊണ്ട് കുറച്ച് മടുപ്പ് തുടങ്ങി. അതായത് അപ്പൊ നമ്മൾ വിചാരിച്ചു വാരണാസി പോയിട്ട് ഇന്ന് സ്റ്റേ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് മെല്ലെ വാരണാസിക്ക് കണ്ടിട്ട് പോവാം. അതുകൊണ്ട് അയോധ്യ നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്യണം. അയോധ്യ പോയി തൊഴുതണം അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നമ്മൾ അത്ര വലിയ ബിലീവേഴ്സ് അല്ലാത്തത് കൊണ്ടും. പക്ഷെ അയോധ്യ അതിനപ്പുറത്തോട്ടൊരു എന്താ പറയാ ആർക്കിടെക്ചർ സാധനമാണ്. പിന്നെ അത്രയും പൈസ, എത്ര 1000 കോടി എന്തോ ചിലവാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പൊ അതൊരു ഹോട്ട് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് പോകണമെന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാൻസ് കുറച്ച് ടൈറ്റ് സ്കെഡ്യൂൾ ആയതുകൊണ്ട് തൽക്കാലം അയോധ്യ നമ്മളിവിടെ സ്കിപ്പ് ചെയ്യണം. നേരെ നമ്മൾ വാരണാസി. നമ്മളങ്ങനെ എക്സ്പ്രസ് വേന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ വീണ്ടും ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ 89 രൂപ 67 പൈസയാണ് ഡീസലിൻ്റെ വില. അതൊക്കെ ഇവിടെ തെലങ്കാനയിൽ വന്ന ഒരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. വാരണാസി പോയിട്ട് വരുന്ന വണ്ടിയായിരിക്കും. നമ്മളങ്ങനെ 3815 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. 42 ലിറ്റർ. നമ്മള് അപ്പോ കൊണ്ടുപോയിട്ട് വാരണാസിയാണ്. വാരണാസിക്ക് ഇനി ഇവിടുന്ന് ഒരു 120 കിലോമീറ്ററോളം ഉണ്ടാവും. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ? 1 മണിക്കൂർ ഡ്രൈവ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൺ ദ വേയില് ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. സ്ഥലത്തിന്റെ പേര് ലംബുവ. ഇതാണ് റെസ്റ്റോറന്റ്. വിജയ് ബിരിയാണി ഹോട്ടൽ. വിജയ് ഇതാണോ പേര്? ഹോട്ടലൊക്കെ സെറ്റപ്പ് കാണാൻ. ഇവിടെ മാരേജ് ഹോളൊക്കെ ഉണ്ട്.
നമ്മള് ഓർഡർ ചെയ്തേക്കുന്നത് മഷ്റൂം ചില്ലി. മഷ്റൂം ചില്ലി, അല്ല വെരി കളർഫുൾ ചില്ലി. ഓൾറെഡി കളർ ഉണ്ട്, പോരാത്തിന് മുകളിൽ റെഡ് ലൈറ്റും ഉണ്ട്. പിന്നെ ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ ചപ്പാത്തി വെജ് കൊലാപ്പുരി. ഓക്കെ, എങ്ങനെയുണ്ട് മഷ്റൂം? കുഴപ്പമില്ല, കളർ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പുള്ളി പറഞ്ഞില്ലേ കളർ ഇടൂല. അത് വെജ് ചോലപ്പിലെ കളറില്ല പറഞ്ഞത്, കളറിന് തെളിണ്ടാവും സ്വാഭാവികം. അപ്പൊ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. എല്ലാം കൂടെ എത്ര രൂപയെന്ന് അറിയോ? 400. ഇല്ല, 365 രൂപ എന്തായാലും. നല്ല ചീപ്പ് ഫുഡ്, ചീപ്പായിരുന്നു പക്ഷെ നല്ല ഫുഡായിരുന്നു. നമ്മള് വെജ് കറി പറഞ്ഞു, സ്റ്റാർട്ടർ പറഞ്ഞു, 4 റൊട്ടി, ഒരു സ്റ്റാർട്ടർ, ഒരു ഫുൾ കറി, എല്ലാം കൂടെ 400 രൂപ താഴെ ആയിട്ട്. സാധാരണ ഒരു ബോട്ടിൽ വെള്ളവും. സാധാരണ നമ്മളൊരു വെജ് കറിയും റൊട്ടിയും പറയുമ്പോ തന്നെ 300 രൂപ 400 രൂപ. നല്ല ഫുഡായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് ടു വാരണാസി. ഇനി 114 കിലോമീറ്റർ. സ്റ്റേ ഒന്നും സെറ്റ് ആയിട്ടില്ല, നോക്കി സെറ്റ് ആക്കണം. ഓക്കെ, നമ്മുടെ UP-യിലെ ഒരു ബസ്സാണിത്. എല്ലാ കളറും ഉണ്ട്, എല്ലാ ഫോട്ടോസും ഉണ്ട്. ഡെക്കറേഷൻ കുറച്ച് കൂടി പോയി ചേട്ടാ. കണ്ടത് അപ്പാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വാരണാസി എത്തിയിരിക്കാണ്. ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എക്സൈറ്റ്മെന്റ് അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് വീഡിയോസ്, മൂവീസ് എല്ലാത്തിലും വാരണാസിനെ കുറിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വാരണാസി എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഐ മീൻ ആ സ്പിരിച്വൽ സാധനമില്ല, അവിടെ വേറെ കുറെ എന്തൊക്കെയോ ഒരു വൈബ്, ഡിഫറെന്റ് വൈബ് ഉണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കർണിക ഘട്ടില് അതൊക്കെ ഐ മീൻ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, റിച്വൽസ് നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഗംഗ ആരതി, അതെല്ലാം കാണാൻ ഐ എം വെരി എക്സൈറ്റഡ്. ഓൾമോസ്റ്റ് വാരണാസി എത്തി. ജസ്റ്റ് 10 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ, പക്ഷെ എന്താണിത് ഭയങ്കര മഴ. വാരണാസി ഡൽഹി പോലെ ആകുമോ? എക്സൈറ്റ്മെന്റ് കൊണ്ട് കൂടി എനിക്ക് ആക്ച്വലി ഡൽഹി ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഡൽഹി അല്ല, താജ്മഹൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, പക്ഷെ മഴ കാരണം എല്ലാം കൊളായി. വാരണാസി എങ്ങനെ പോകും അറിയില്ല. നല്ല മഴ, നല്ല മഴ. വെൽക്കം ടു ദ ഓൾഡസ്റ്റ് ആൻഡ് ഹോളി സിറ്റി കാശി. എത്ര പേരുണ്ട് ഇതില്? കാശി, വാരണാസി, ബനാറസ് എല്ലാം മറ്റേ ഇന്റർവ്യൂല് അപ്പണ് ചോദിച്ചിട്ടുണ്ട്, മറ്റേ ഈ പടം ഇറങ്ങുന്നല്ലേ ബേസിലിന്റെ. ബേസിലിന്റെ മുത്തശ്ശൻ കാശിക്ക് പോണൊരു പടം ഇറങ്ങി. എന്താണ് എന്റെ പേര്? സിനിമയുടെ പേരൊന്നും ഓർമ്മയില്ല. ആ പടത്തിന്റെ ഇന്റർവ്യൂലേ ഇന്റർവ്യൂവർ ചോദിക്കണ്ടായിരുന്നു, ഈ സിനിമ നിങ്ങള് കാശിക്കാണോ പോകുന്നത്? അപ്പൊ മറ്റവൻ പറയണ്ടായിരുന്നു, അല്ല ഞങ്ങള് വാരണാസിക്കാ പോകുന്നത്. ഓ ആണോ, ശരി. അതുവഴി ഞങ്ങൾ അങ്ങനെ ബനാറസിക്ക് പോകുന്നുണ്ട്. ഓഹോ അവളങ്ങനെ ഓഹോ ഇതൊക്കെ തന്നെ സോ നമ്മളപ്പോ വാരണാസി എത്തി. നമ്മൾ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തു. ഇപ്പൊ ഏകദേശം സമയം 5:30 നമ്മള് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് 1500 റേഞ്ചിൽ നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേ കിട്ടി വിത്ത് കാർ പാർക്കിംഗ്. വാരണാസി സ്റ്റേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതും സ്പെഷ്യലി വിത്ത് കാർ പാർക്കിംഗ്. കാരണം നമ്മള് ഗല്ലികളിലേക്ക് പോകുന്തോറും നമുക്ക് കിട്ടൂല. ആൻഡ് ഗസ് ഇൻ വാട്ട് വി ആർ ട്രാവലിംഗ് ഇൻ. ട്രാവലിംഗ് ഇൻ സൈക്കിൾ റിക്ഷ. ഇവിടെ ഫുള്ള് സൈക്കിൾ റിക്ഷയാണ്. നമ്മളിനി 2 ദിവസം കാർ എടുക്കുന്നില്ല, കാർ സൈഡിൽ വെച്ചിരിക്കുക. സൈക്കിൾ റിക്ഷയിലായിരിക്കും ഫുൾ ട്രാവൽ.
ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ പേടിയുണ്ട് കേട്ടോ, അത് മറിഞ്ഞു വീഴാന്നുള്ളത്. സൈഡിലൊന്നും ഇല്ലല്ലോ. നൈസാണ്. നമ്മൾ ആദ്യം പോകുന്നു അസിഘട്ട് അല്ലേ? അസിഘട്ട് തുടങ്ങാന്ന് വിചാരിക്കും. ഒരു ഐഡിയ കിട്ടണം ആദ്യം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബോട്ട് എടുത്തിട്ട് ഒരു ഫുൾ റൗണ്ട് ഓഫ് ഗട്ട് കാണും. അതിന് നമുക്ക് നാളെ ഫുൾ ഡേ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നാളേക്ക് വൃത്തിയായിട്ട് പ്ലാൻ ചെയ്യാം എവിടേക്കൊക്കെയാ. പിന്നെ ഇവിടെ കുറെ മറ്റേ ഫോർട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ മെയിൻ ആയിട്ട് കോറ് വാരണാസി മാത്രമാണ് ഫോക്കസ്. ചേട്ടൻ നല്ല കഷ്ടപ്പെട്ടുണ്ട് ചേട്ടന്. കാണുമ്പോ നല്ല സിമ്പിൾ ആണെങ്കിലും നല്ല നല്ല കഷ്ടപ്പാടുണ്ട്. ആളെ ഇവിടെ രണ്ടും കൂടെ എത്ര 110 ഞാൻ 65 അല്ല, ഇതൊരു ബാലൻസ് ആണ്. ഇത് വീഴാതെ കൊണ്ടുപോകാനുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ, അതാണ്. ഇത്രയും ചെറിയ സാധനല്ലേ, 3 വീലല്ലേ ഉള്ളൂ. ഒരു സൈഡേക്ക് നോക്കി കഴിഞ്ഞാൽ കൊട്ടിയെ പറഞ്ഞോളൂ. 3 വീല്, ബാക്കി 2 വീല്. നമ്മളിങ്ങനെ വാരണാസിയുടെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചാടിച്ചല്ലോ കാശി കഫേ. നമ്മള് ബോട്ടിൽ നിന്ന് ആരതി കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മൾ വന്നപ്പോ തന്നെ ബോട്ട് ഇവിടെ വെയിലിറക്ക സമയം ഒന്നല്ലേ, വെള്ളമൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് അസിഘട്ട്. ഇവിടെയാണ് ഒരു ആരതി നടക്കുന്നത്. ഇവിടെ നമ്മളൊരു ബോട്ടിൽ കയറാൻ വേണ്ടി ഇതേ പോകുന്നു. ആ അടുക്കുന്നതാണ് നമ്മുടെ ബോട്ട്. സോ നമ്മുടെ ബോട്ടിൽ നമ്മൾ വന്ന് ബോട്ടിൽ കയറിയിട്ട് നമ്മൾ എല്ലാ ഘട്ടം കൂടെ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ 100 രൂപയ്ക്കാണ് എല്ലാ ഘട്ടം കാണിച്ചു തരാന്ന് പറഞ്ഞത്. ബോട്ടിലിരുന്ന് ആരതി കാണുന്നുണ്ടെങ്കിൽ പുള്ളി 200 രൂപയ്ക്ക് നിർത്തി. ഒരു 100 രൂപ കൂടി കൊടുത്താലും ബോട്ടിലിരുന്ന് ആരതി കാണാൻ പറഞ്ഞാൽ അവിടെ പോയി. ഇത് നമ്മൾ കാണുന്നത് പഴയ ഒരു കോട്ടയായിരുന്നു. പക്ഷെ ഇപ്പം അത് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇപ്പോഴത്തെ വൺ ഓഫ് ദ ഹോട്ട് സെല്ലിങ് അല്ലെങ്കിൽ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് കാണുന്നത്. ഇപ്പോൾ ഹോട്ടൽസ് ആണ്. അതായത് ഗംഗാ റിവറിനെ കണ്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല റൂംസ്, നല്ല റേറ്റാണ് ഇവിടെ. ഹോട്ടൽ സ്റ്റേസ് എല്ലാം നല്ല റേറ്റാണ്. നമ്മൾ ഈ കാണുന്നതാണ് കാശി വിശ്വനാഥ ടെമ്പിളിന്റെ ഇവിടെ റിവറിൽ നിന്നുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ളതാണ് മണികർണിക ഘട്ട്. അവിടെ കണ്ടോ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ടെമ്പിൾ ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും. അവിടെ ദൂരെ നമുക്കൊരു പാലം കാണാം. നമ്മുടെ ബോട്ട് റൈഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ അസീഘട്ടിലുള്ള ഗംഗാരതിയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. വെയിലിറക്ക സമയത്താണ് ബോട്ട് കുറച്ച് ദൂരെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഗംഗാരതി അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നെ കുറച്ചുകൂടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ പല ഘട്ടുകൾ ഗംഗാരതി നടക്കുന്നുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ. നമ്മൾ ഇൻഡോറിൽ പോയ പോലെ വീണ്ടും ഒരു എൽട്ടൺ ടെമ്പിളിൽ കയറിയുണ്ട്. ഫുൾ അവസ്ഥയാണ്. ഇവന്മാർ ഫുള്ള് ഓട്ടമാണ്. ഹോണടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ ബ്ലോക്കാണ്. ഓ മൈ ഗോഡ്. ഇവിടെയൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും വണ്ടി ഓടിക്കും. ഇപ്പൊ അസിഘട്ടില് ഗംഗാരതി കണ്ടിട്ട് കാശി വിശ്വനാഥ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. ആയിട്ട് അറിഞ്ഞില്ല പുറത്ത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അവിടുന്ന് ഒരു
3 കിലോമീറ്ററോളം ഉണ്ട്. അഗ്നിഘട്ടം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. കാഴ്ച ടെമ്പിളിൽ നമ്മൾ ചെറിയ ടുക്ക് ഓടിച്ചാണ് പോകുന്നത്. ജസ്റ്റ് എന്താണ് രാത്രിയിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. ഇന്ന് ടെമ്പിളിന്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല, അത് നാളെ കയറുന്നത്. അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് പറയുന്നുണ്ടായിരുന്നു. വലുതാണെങ്കിൽ അതും കൂടെ പോകും. പോകുന്നതിന്റെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്നൊരു 50 മീറ്റർ അവിടെയാണ് വണ്ടി നിർത്തിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ ഒന്നും വിടില്ല, 2 വീലേഴ്സ് മാത്രമേ വിടുള്ളൂ. വേറെ പിന്നെ സൈക്കിളിസ്റ്റുകളും വിടും. അപ്പൊ നമ്മളവിടെ ഇറക്കി. ഇനി അവിടെ നിന്ന് നമ്മളിനി അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ, ഒരു 500 മീറ്ററോളം നടക്കണം എന്നാണ് നമ്മളെ ടൂട്ടുക്ക് ചേട്ടൻ പറഞ്ഞേ. സോ നടന്നോക്കാം. ഫുള്ള് മാർക്കറ്റ് അല്ലേ, 2 സൈഡും ഫുള്ള് സാരി ഭയങ്കര ഫേമസ് ആണ്. 2 സൈഡ് ഒരുപാട് ബനാറസ് സാരി, സിൽക്ക് സാരി. ശരിയാ, ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. ഫേമസ് ആണല്ലോ ബനാറസ് പട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ ഒരുപാട് പേര് വന്ന് വിളിച്ചായിരുന്നു, ഹോൾസെയിൽ റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒറിജിനലായിരിക്കണം എന്നൊന്നും 100% ഉറപ്പൊന്നുമില്ല. നോക്കാം. സമയം 8:30 ചെയ്തുള്ളൂ. പക്ഷെ ഭയങ്കര രാവിലെ ഉച്ചയ്ക്കെപ്പോഴായിരിക്കും 12 ചോദിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നു. ഈ തൊട്ടടുത്ത് തന്നെയാണ് കാശി വിശ്വനാഥ ടെമ്പിൾ, തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് കാശി വിശ്വനാഥ ടെമ്പിൾ കണ്ടിറങ്ങി. നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ക്യൂ ഒന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ പോയ ദർശനം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ നേരെ പോയി. വൃത്തിയായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങോട്ട്. പുള്ളിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ മതി, ഷൂവും പേഴ്സും ഫോണെല്ലാം അവിടെ വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ പോകും, അർത്ഥം വാങ്ങിയിട്ട് നമ്മുടെ ഫോണും പേഴ്സെല്ലാം അവിടെ വെച്ചിട്ട് ഉള്ളിൽ കയറി ദർശനം കണ്ടു വന്നു. നമ്മളിപ്പോൾ മണികർണികട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വാരണാസിയുടെ ഭീകര കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഫണ്ട് കൊണ്ടുവന്നുണ്ടോ, അത് ഡെഡ് ബോഡിയാണ്. ഇവിടെ ഓരോ മിനിറ്റുകളിലും ഒരു ബോഡി കത്തിക്കൊണ്ടിരിക്കും അല്ലേ. ഫുള്ള് ഗല്ലിയാണ് കേട്ടോ, വാരണാസിയുടെ ഗല്ലികള്. ഇതിലൂടെ ബൈക്ക് മാത്രമേ പോകുള്ളൂ അല്ലേ ഇതിനുള്ളിൽ. പക്ഷെ ഇതിനുള്ളിൽ എല്ലാം ഉണ്ട് കേട്ടോ, സ്വീറ്റ്സ്, ഫുഡ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. അവിടെ ആ പുക എരിയുന്നുണ്ടോ, അവിടെയാണ് ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. ഫുള്ള് പുകയാണ്. സോ ഇവിടെയാണ് മണികർണികത്ത് കത്തുന്നുണ്ടോ. ഇതെല്ലാം ഡെഡ് ബോഡീസ് ആണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാംസം കരിഞ്ഞ അല്ലേ, മാംസം കരിഞ്ഞ സ്മെല്ലല്ലേ മൊത്തത്തിൽ. ഞങ്ങളങ്ങനെ വാരണാസി വന്നിട്ട് കണ്ടായി കുടിക്കാൻ പോവാണ്. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. തോടക്കം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. എന്ത് ടേസ്റ്റാ? ബദാം മിൽക്കൊക്കെ പോലെ.
ബാങ്ക് കുടിച്ചതിന്റെ എക്സ്പീരിയൻസും ബാക്കി വാരണസിയുടെ പകൽ കാഴ്ചകളും നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ. ഇവിടുത്തെ ലോക്കൽസിനെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കാര്യമായി തപ്പുന്നതല്ല.